തൃപ്പൂണിത്തുറയിലും ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ് കെ ബാബു എന്ന മുതിർന്ന നേതാവ്, നിലവിലെ സിറ്റിംഗ് MLA. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത സ്ഥാനാർത്ഥി ND ഇറക്കിയത് ബോധപൂർവമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. താമര വിരിയിക്കാൻ നടന്നവർ ചക്ക അടയാളത്തിൽ വോട്ട് ചോദിക്കുന്നത് ഡീലിന്റെ ഭാഗമാണെന്നാണ് വിമർശനം. എന്നാൽ കോൺഗ്രസിന് പരാജയ ഭീതി എന്നാണ് LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലായി BJP വലിയ മുന്നേറ്റം നടത്തിയ ഒരു നിയോജകമണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇവിടെ മുനിസിപ്പാലിറ്റി ഇത്തവണ BJP-യാണ് ഭരിക്കുന്നത്. എന്നിട്ടും BJP ഇത്തവണ 2020-ക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു അന്തർധാര ഉണ്ടെന്ന് വേണം കണക്കാക്കാൻ. അവർക്ക് സിനിമാ പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമില്ല. ഇത്തരം കാലം താമര അടയാളത്തിൽ വോട്ട് ചെയ്യുകയും താമര വിരിയിപ്പിക്കാൻ നടക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ചക്ക അടയാളത്തിൽ വോട്ട് ചെയ്യേണ്ടി വരുന്നത്. അതൊരു ഡീലിന്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീ കെ ബാബുവിന്റെ ഈ ആരോപണം അടിസ്ഥാനമില്ലാത്തതാണ്. മാത്രമല്ല, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കോൺഗ്രസ് അവരുടെ പരാജയം ആദ്യഘട്ടത്തിൽ തന്നെ സമ്മതിച്ചതിന്റെ സൂചനകളാണ്. BJP-യുടെ താമര ചിഹ്നത്തിലല്ല NDA മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നുള്ളത് അവരിലൊരാശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഈ കോലീബി സഖ്യം, കോൺഗ്രസും ലീഗും BJP-യും കോലീബി സഖ്യം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ സഖ്യം തന്നെ രൂപപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ? ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലേബി, തൃപ്പൂണിത്തുറയിൽ 2020 മത്സരിക്കുന്നത്. അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഡീലിന്റെ ഭാഗമാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാലും പറഞ്ഞത് അത് തന്നെയാണ്. NDA മത്സരിക്കുന്ന സീറ്റുകൾ നോക്കൂ, അവിടെ BJP ജയിക്കാമായിരുന്നിട്ടും, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് BJP-യുടെ A ക്ലാസ് മണ്ഡലത്തിൽ 2020 മത്സരിക്കുന്നു? അതൊരു ഡീലല്ലേ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. തീർച്ചയായും വിനീത, കെ ബാബു ഉന്നയിക്കുന്ന ചോദ്യം അതുതന്നെയാണ്. കാരണം തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്. അതുമാത്രമല്ല, എറണാകുളം ജില്ലയിൽ BJP-ക്ക് സ്വാധീനമുള്ള ഏക സ്ഥലമാണ്. ഇവിടെ തൃപ്പൂണിത്തുറയിലെ നഗരസഭ ഇക്കുറി BJP പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്ര കണ്ട് മുന്നേറ്റം BJP നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രാദേശിക പാർട്ടിക്ക് 2020-ക്ക് തൃപ്പൂണിത്തുറ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കെ ബാബു പറയുന്ന ഒരു കാര്യമുണ്ട്. 2016-ൽ കെ ബാബുവിന്റെ തോൽവിക്ക് കാരണമായതുപോലും അന്ന് തുറവൂർ വിശ്വംഭരൻ BJP സ്ഥാനാർത്ഥിയായിരിക്കെ പിടിച്ച 29,000-ൽ, അതായത് 30,000-തോട് അടുത്ത വോട്ടുകളുടെ ഒരു നിലയാണ്. പിന്നീട് 2021-ലേക്ക് വന്നപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഏതാണ്ട് 24,000-തോളം വോട്ടുകൾ പിടിച്ചു. അത്രത്തോളം മുന്നേറ്റം BJP കുറിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 2020-ക്ക് ഈ മണ്ഡലം നൽകിയത്, അതും രാഷ്ട്രീയത്തിൽ പരിചയമില്ലാത്ത സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളെ നിർത്തിയിരിക്കുന്നു. ഇതൊക്കെ BJP-യും ഒപ്പം തന്നെ CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ലക്ഷണമാണ്. ഇവിടെ ഒരു ഡീൽ ഉണ്ടെന്നതിൽ സംശയം വേണ്ട എന്നുള്ള പ്രസ്താവനയാണ്, ആരോപണമാണ് രാവിലെ കെ ബാബു മുന്നോട്ട് വെച്ചത്. കെ ബാബു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ സിറ്റിംഗ് MLA-യുമാണ് തൃപ്പൂണിത്തുറയിലെ. അതേസമയം LDF സ്ഥാനാർത്ഥി ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പരാജയ ഭീതിയിലായിരിക്കുന്നു, പരാജയം സമ്മതിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത് എന്ന ആരോപണവുമായി LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ, സിറ്റിംഗ് വൈപ്പിൻ MLA ആണ്, ഇവിടെ തൃപ്പൂണിത്തുറയിലാണ് മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു. വ്യക്തമാണ്. ഏതായാലും തൃപ്പൂണിത്തുറയിലും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുക തന്നെയാണ്.